കോപ്പ അമേരിക്ക ഫൈനൽ ആവേശം ജൂലൈ 15 രാവിലെ 5:30. കിരീട നേട്ടങ്ങളുടെ കഥയിൽ ഒന്നുകൂടി ചേർത്ത് ഫുട്ബോൾ ലോകത്ത് നിലവിൽ പുലർത്തുന്ന അപ്രമാദിത്വത്തിന്റെ കഥ വാനോളം പറയാനൊരുങ്ങുന്ന അർജന്റീന. കാത്തിരിപ്പിനൊടുവിൽ ഒരു കിരീട വിജയത്തിന്റെ ആഘോഷങ്ങളെ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന കൊളംബിയയെ നേരിടുന്നു. 2001 കൊളംബിയ അവസാന കോപ്പ അമേരിക്ക കിരീട നേട്ടമുണ്ടാക്കുന്നത്. അതിനുശേഷം കോപ്പ അമേരിക്ക എന്നല്ല ഒരു കിരീട നേട്ടം പോലും സ്വന്തമാക്കാൻ കൊളംബിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഇത്തവണ കോപ്പ അമേരിക്ക തുടങ്ങുമ്പോൾ ആര് കിരീടം നേടുമെന്ന ചോദ്യത്തിന് അർജന്റീന എന്ന് തന്നെയായിരുന്നു ബഹുഭൂരിപക്ഷത്തിന്റെയും ഉത്തരം. അവിടെ ഒന്നും കൊളംബിയ എന്ന പേര് അധികം ആരും പറഞ്ഞു കേട്ടേയില്ല. പക്ഷെ അവിടെ നിന്ന് ഫുട്ബോളിന്റെ പരമപ്രധാനമായ മന്ത്രം കൂട്ടായ്മയാണ് വിജയം സമ്മാനിക്കുന്നത് എന്നത് മനസ്സിൽ നിറച്ച് അവർ പൊരുതുകയും വിജയങ്ങൾ കൂടെ കൂട്ടുകയും ഫൈനൽ പോരിലെത്തി നിൽക്കുകയും ചെയ്യുന്നു. കൊളംബിയയുടെ വിജയങ്ങളിൽ അവർക്ക് ഇന്ധനമാകുന്ന മറ്റൊന്നുകൂടിയുണ്ട്. അത് കൊളംബിയൻ മുന്നേറ്റങ്ങളുടെ കരുത്തായ ഹാമിഷ് റോഡ്രിഗസ് ആണ്. അവനുവേണ്ടി ഈ കിരീടം നേടാമെന്നുള്ള സ്വപ്നം കൂടിയുണ്ട് കൊളംബിയയ്ക്ക് ഈ ഫൈനൽ പോരിനിറങ്ങുമ്പോൾ. ഹാമിഷിനെ ഞങ്ങൾ ഈ കിരീടം നേടുമെന്ന് കൊളംബിയൻ താരങ്ങൾ പറയുകയും ചെയ്തു. ചെറുപ്രായത്തിലെ ഫുട്ബോളിന്റെ ലോകത്തേക്ക് വന്ന ഹാമിഷ് റോഡ്രിഗസ് അവൻ കൊളംബിയയിൽ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ ഒരാളുമാണ്. പക്ഷെ ലോകം അവനെ അറിയുന്നത്, അവനിലെ ഫുട്ബോൾ താരത്തിന്റെ മികവിന്റെ ആഴമറിയുന്നത് 2014 ബ്രസീലിയൻ ലോകകപ്പിലാണ്. സെമി ഫൈനൽ പ്രവേശനം പോലും നേടാൻ സാധിക്കാതെ പുറത്തായ കൊളംബിയൻ നിരയിൽ പക്ഷെ അന്ന് അവൻ പുറത്തെടുത്തത് ഫുട്ബോളിന്റെ മാന്ത്രികത തന്നെയാണ്. ഹാമിഷ് റോഡ്രിഗസ് എന്ന പേര് ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ ലോകകപ്പ് തന്നെയായിരുന്നു ബ്രസീലിയൻ ലോകകപ്പ്. ആ ലോകകപ്പിലെ ഉറുഗ്വൈ കൊളംബിയ പ്രീ ക്വാർട്ടർ മത്സരം. ആദ്യ പകുതിയിൽ ഹാമിഷിന്റെ ഗോളിൽ കൊളംബിയ മുന്നിൽ നിൽക്കുന്നു. മത്സരത്തിന്റെ രണ്ടാം പകുതി 50-ാം മിനിറ്റിൽ പക്ഷെ സുന്ദരമായ മറ്റൊരു ഫുട്ബോൾ നിമിഷം കൂടെ പിറക്കുകയായിരുന്നു. കൊളംബിയൻ മുന്നേറ്റത്തിനിടയിൽ ഹാമിഷിന് പന്ത് ലഭിക്കുന്നു. നെഞ്ചില പന്ത് സ്വീകരിച്ച് ഞൊടിയിൽ വെട്ടിത്തെറിഞ്ഞ് ഉറുഗ്വേയൻ പ്രതിരോധത്തിനും ഗോളിക്കും ഒരവസരം പോലും നൽകാതെ ഒരു സുന്ദര വോളിയിലൂടെ ഗോളിലേക്ക് അവൻ ആ പന്തിനെ തിരിച്ചുവിട്ടു. മത്സരം വിജയിച്ച് കൊളംബിയ ക്വാർട്ടറിലേക്ക് കടന്നു. 2014 ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനോട് തോറ്റുമടങ്ങിയെങ്കിലും ആ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ ഹാമിഷ് റോഡ്രിഗസ് ആയിരുന്നു. മികച്ച ഗോൾ ഉറുഗ്വേയ്ക്കെതിരെ ഹാമിഷ് റോഡ്രിഗസ് നേടിയ ഗോളും ആ ഗോൾ ഫിഫ പുഷ്കസ് പുരസ്കാരവും അവന് സ്വന്തമാക്കാൻ കാരണമായി. അവിടുന്ന് പിന്നീട് ലോകത്തിന്റെ ഫുട്ബോൾ നെറുകയിൽ അവന്റെ പേരും ആരാധകർ എഴുതി ചേർത്തു. പിന്നീട് റയൽ മാഡ്രിഡിന്റെ സ്വപ്ന സംഘത്തിന്റെ ഭാഗമായി മാറി ഹാമിഷ് റോഡ്രിഗസ്. ആദ്യ സീസണിൽ തന്നെ ലാലിഗയിലെ ഏറ്റവും മികച്ച മധ്യനിര താരവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് സിദ്ധാന്റെ റയൽ മാഡ്രിഡിൽ അവൻ അധികം അവസരമില്ലാതെ പോയി. അവിടെ നിന്ന് ബയൺ മ്യൂണിലേക്ക് ലോണിൽ പോയി. അവിടെ ആഞ്ചലോട്ടിയുടെ കീഴിൽ ലീഗ് കിരീടം നേടി. പിന്നീട് അവൻ തിരിച്ച് റയലിലേക്കും എത്തി. അപ്പോൾ പക്ഷെ ദി റിയൽ ഹാമിഷ് റോഡ്രിഗസിനെ ലോകം മുഴുവൻ മിസ് ചെയ്യുകയായിരുന്നു. പിന്നീട് ലോക ഫുട്ബോളിന്റെ വിശാലമായ ഭൂമികയിൽ അവനെ അധികം കാണാതായി. ആകാശത്തോളം ആഘോഷിക്കപ്പെട്ടവന്റെ കരിയർ അവസാനിച്ചു എന്ന് പോലും വാർത്തകൾ നിറഞ്ഞു. അവസാനം കോപ്പയിലേക്ക് ഹാമിഷ് റോഡ്രിഗസ് എത്തുന്നത് ബ്രസീലിയൻ ക്ലബ്ബ് സാവോ പോളോയിൽ നിന്നാണ്. 2024 കോപ്പ അമേരിക്ക പക്ഷേ ലോക ഫുട്ബോൾ പ്രേമികൾക്ക് ഹാമിഷ് റോഡ്രിഗസിന്റെ വിസ്മയ ഫുട്ബോളിന്റെ അഴകിനെ ഒരിക്കൽ കൂടി നേരിൽ കാണാൻ അവസരമൊരുക്കി. ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന താരം എന്ന റെക്കോർഡും അവൻ ഈ കോപ്പ അമേരിക്കയിൽ സ്വന്തമാക്കി. അതും സാക്ഷാൽ മെസ്സിയുടെ റെക്കോർഡ് മറികടന്നു. ഹാമിഷ് റോഡ്രിഗസിന് എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ഒന്നും പറ്റിയില്ല, അണ്ണൻ ഇവിടെ തന്നെയുണ്ട് എന്നുത്തരം അവൻ ലോകത്തോടായി വിളിച്ചു പറഞ്ഞു. ഒരു ഗോളും 6 അസിസ്റ്റുമായി ഫൈനലിലേക്കുള്ള കുതിപ്പിൽ അവൻ കൊളംബിയയ്ക്ക് സർവ്വതും നൽകി. നഷ്ടപ്പെടലുകളെ പറ്റി ചിന്തിക്കാതെ വിജയം മാത്രം കൊതിച്ച് ഹാമിഷും കൊളംബിയയും ഫൈനലിലിറങ്ങുമ്പോൾ കരുതിയിരിക്കണം അർജന്റീന എന്ന് ഉറപ്പാണ്. ഈ ഫൈനലിലെത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ സെമിയിൽ ഷൂട്ടൌട്ടിൽ തങ്ങളെ തോൽപ്പിച്ചതിന്റെ കണക്ക് തീർക്കാനുമുണ്ട് കൊളംബിയയ്ക്ക് അർജന്റീനയോട്. 28 മത്സരങ്ങളിലെ തോൽവി അറിയാത്ത യാത്രക്കൊടുവിലാണ് കൊളംബിയ ഫൈനലിൽ അർജന്റീനയെ നേരിടുന്നത്. ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീനയേക്കാൾ കൂടുതൽ ഗോളുകൾ നേടാനും കൊളംബിയയ്ക്ക് സാധിച്ചു. അർജന്റീനയും കൊളംബിയയും പരാജയമറിയാതെ കോപ്പ അമേരിക്ക ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ പരാജയപ്പെടാൻ കഴിയാത്ത ഫൈനലിൽ ആര് വിജയിയുടെ കുപ്പായമണിയുമെന്ന് കാത്തിരിക്കാം. ആര് വിജയിച്ചാലും ചരിത്രമാകുന്ന മത്സരത്തിനായി കാത്തിരിക്കാം. മെസ്സി തന്റെ ഏറ്റവും മികച്ച ഫോമിലൊന്നുമല്ല ഈ ടൂർണമെന്റിൽ. പക്ഷേ ഫോമിലേക്ക് എത്താൻ, ഗോൾ മഴ തീർക്കാൻ മെസ്സിക്ക് കണ്ണടച്ച് തുറക്കുന്ന സമയം മാത്രം മതിയല്ലോ. മെസ്സിയെ പൂട്ടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് കൊളംബിയ പറയുമ്പോഴും ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ പൂട്ടും തകർക്കാൻ കഴിയുന്നവന്റെ പേരാണല്ലോ ലയണൽ മെസ്സി. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനൽ മത്സരം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ താരം, തങ്ങളുടെ സ്വന്തം മാലാക ഏഞ്ചൽ ഡി മരിയയുടെ ഏറ്റവും അവസാനത്തെ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരമായിരിക്കും. ഏഞ്ചൽ ഡി മരിയയ്ക്ക് ഏറ്റവും മികച്ച യാത്രയയപ്പ് നൽകാൻ കൂടിയായിരിക്കും കൊളംബിയയ്ക്കെതിരെ അർജന്റീന കോപ്പ അമേരിക്ക 2024 ഫൈനൽ മത്സരത്തിൽ നടന്നത്.